അപ്പോൾ നിങ്ങൾ നേരത്തെ വന്നോ? ഞാൻ കുറച്ച് ലേറ്റായി പോയി, സംഭവം കുറച്ച് ലേറ്റായി പോയി. ഞാൻ എല്ലായിടത്തും സാധാരണ ലേറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റെസിപ്പി ഐറ്റം ആയിട്ടാണ്. അത് ഞാനല്ല മെയിനായിട്ട് ഉണ്ടാക്കുന്നത്, നമ്മുടെ കുറച്ച് ഫ്രണ്ട്സാണ് ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ആപ്പിൾ വെച്ച ഉണ്ടാക്കുന്നതിന് തെറ്റിദ്ധരിക്കരുത്, ഞാനിത് ആപ്പിൾ കഴിക്കാൻ വേണ്ടി എടുത്തതെന്ന് മാത്രമാണ്. കാരണം ഒരു ഡോക്ടറുടെ ഗുണം ഒരു ആപ്പിൾ ചെയ്യും എന്നാണല്ലോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാൻ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഗാർലിക് ബട്ടർ നാനാണ്. അപ്പോൾ ഈ ഗാർലിക് ബട്ടർ നാനിന് വേണ്ടി നമുക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിൽ വെളുത്തുള്ളിയാണ് മെയിനായിട്ട് അവർക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്തുള്ളി ഇരിപ്പുണ്ട്. ഞാൻ ഈ വെളുത്തുള്ളി അവർക്ക് വേണ്ടി കൊടുക്കാൻ പോവാണ്. അപ്പം ഇത് വെച്ച് അവർ സൂപ്പറായിട്ടൊരു ഗാർലിക് ബട്ടർ നാൻ ഉണ്ടാക്കി നമുക്ക് തരും. അപ്പം പിടിച്ചോ. AJ മീഡിയയിലെ ഷെയ്ബിനാണ് ഗാർലിക് ഞങ്ങളെ ഏൽപ്പിച്ചത്. ഗാർലിക് ഫ്രണ്ട്സ് കിച്ചൺ വേൾഡിന്റെ കയ്യിൽ കിട്ടി. ഞങ്ങളും ഇത് തയ്യാറാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കുട്ടികളും കടന്നു വരുന്നത്. അവർക്കും ഗാർലിക് ബട്ടർ നാൻ വേണമെന്ന് പറഞ്ഞിട്ട്. ഇവർക്ക് വേണ്ട ഗാർലിക് ബട്ടർ നാൻ GSL വേൾഡിലെ ഗ്രീഷ്മയെ ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഈ ഗാർലിക് ബട്ടർ നാൻ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് തൈര്. തൈര് പുളിയില്ലാത്തത് തന്നെ എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാന് പുളി കൂടി പോകും. 2 ടേബിൾ സ്പൂൺ ബട്ടർ. ഗാർലിക് ബട്ടർ നാനിന് ഞാനിതിൽ ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്, പറഞ്ഞ അളവിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കാൻ പോവുകയാണ്. പിന്നെ ബട്ടറും കൂടി ചേർക്കും. ഇതില് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർക്കാൻ പോവുകയാണ്. ഈസ്റ്റ് ചേർത്തിട്ടാണ് 2 കപ്പ് മൈദ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടോ. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഈസ്റ്റ് ചേർത്ത് പിന്നെ മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴക്കാം. ഇതിൽ നമുക്ക് 1 ടീസ്പൂണ്, നിങ്ങൾക്ക് ഫ്ലേവർ എങ്ങനെ ഗാർലിക് ഇഷ്ടം എന്ന് വെച്ചാൽ അതുപോലെ. ഞാൻ ഇവിടെ 1 ടീസ്പൂണ് ഗാർലിക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അരച്ചിട്ട് മൂന്നിൽ ഏതിലെങ്കിലും ഒന്നായിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഗാർലിക് ചേർക്കുന്ന നല്ല ടേസ്റ്റും ആണ്, ഹെൽത്തിയും ആണ്. അപ്പോൾ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതിൽ ഗാർലിക് ചേർക്കാൻ പോവുകയാണ്. കണ്ടല്ലോ, ഞാനിവിടെ 1 ടീസ്പൂൺ അഥവാ 2 അല്ലി ഗാർലിക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗാർലിക്കിന്റെ ഫ്ലേവർ ഇഷ്ടം പോലെ. അപ്പൊ ഇപ്പം തന്നെ നല്ല സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗാർലിക് സോസിന്റെ ഒരു സ്മെല്ലടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 കപ്പ് മൈദ ചേർത്തിട്ട് ഇവിടെ ഞാൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ വെള്ളം അല്പാൽപ്പായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഞാനിത് 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ഇത് നമുക്ക് ഇനി കൈ ഉപയോഗിക്കാം കേട്ടോ. കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് അല്പമായിട്ട് പാലും ആണെങ്കിൽ പാലും ചേർത്ത് കൊടുക്കാം. അപ്പൊ അവിടെ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുഴക്കാം. കണ്ടല്ലോ, 2 കപ്പ് കണക്കായിട്ട് കറക്റ്റാണ് വെള്ളം. ആവശ്യത്തിന് ഞാൻ ഇത് നോക്കിയിട്ടില്ല കേട്ടോ. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ വെള്ളമേ വേണ്ടു. കാരണം നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത്രയും വെള്ളം വേണ്ടി വരും. പിന്നെ ഇതെന്ന് വെച്ചാൽ കുഴക്കുമ്പോഴാണ് അതിൻ്റെ ആ ഫ്ലേവറും എല്ലാ കാര്യങ്ങളും ഇറങ്ങി വരും. ഇത് നന്നായിട്ട് കുഴച്ചിട്ട് ഇതിൻ്റെ മുകളിൽ 1 ടേബിൾ സ്പൂണ് ഗീ നമുക്കൊന്ന് തടവിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 4 മണിക്കൂർ, ചൂടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് ഇത് പൊങ്ങി വരും ഈസ്റ്റ് ഇട്ടത്. അപ്പം തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഓവനിലാമറ്റം വെച്ചിട്ട് നിങ്ങൾ ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുക. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഗീ വെച്ച് കൊടുക്കാം. ഗീ ഏതാണ് വേണ്ടതെന്നുള്ള ഡൗട്ട് വേണ്ട, ഡാൽഡ യൂസ് ചെയ്താൽ മതിയാവും ഗീ ആയിട്ട്. 1/2 kg ഒരു നാനെന്ന് പറയുന്നതിന്റെ രസം വേറെ അല്ലേ. അപ്പോൾ 1/2 kg ഉപയോഗിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണലി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാം. കുട്ടികൾക്കെല്ലാം കൊടുക്കുകയാണെങ്കിൽ പശു നെയ്യായിരിക്കും നല്ലത്. അപ്പോൾ കണ്ടോ, നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്. ഈ ഗാർലിക്കൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം.
എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ ഈ പറഞ്ഞ ഗാർലിക് ബട്ടർ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ച് എനിക്ക് ആ സംഭവം ഉണ്ടാക്കി തന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ടേസ്റ്റ് ആയുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്കും തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. കാരണം ഞാൻ പറയുമ്പോൾ ഇവരെനിക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. അപ്പം വളരെ സന്തോഷമുണ്ട്, ഇവരെ ഇങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത റെസിപ്പികളൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.